ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. ആന്ധ്രയിൽ TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും ഒഡീഷയിൽ BJP നേതാവ് മോഹൻ ചരൺ മാച്ചിയും മുഖ്യമന്ത്രിയാകും. രണ്ട് സംസ്ഥാനങ്ങളിലെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നാണ് ഡൽഹി വാർത്ത. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം നെടുങ്ങാടി, വിശദാംശങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് SKN. BJP നേതൃത്വം നൽകുന്ന NDAയുടെ രണ്ട് സർക്കാരുകളാണ് ഇന്ന് ചുമതലയേൽക്കുന്നത്. അതിൽ ഒന്ന് BJPയുടെ മാത്രം സർക്കാരാണ് ഒഡീഷയിൽ. 24 വർഷത്തോളം നീണ്ടുനിന്ന നവീൻ പട്നായിക്കിന്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ടാണ് BJP ഇത്തവണ വിജയം നേടിയിരിക്കുന്നത്. 147 അംഗ നിയമസഭയിൽ 74 സീറ്റുകൾ നേടിയാണ് BJPയുടെ വിജയം. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ, നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെയും തീരുമാനിച്ചു. ദളിത് വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അജണ്ട സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഇത്തവണ മുഖ്യമന്ത്രിയെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒഡീഷയിൽ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ ചരൺ മാഞ്ചിയെയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. കനക് വർദ്ധൻ സിംഗ് ദിയോ, പ്രവതി പരിത എന്നിവരാകും ഉപമുഖ്യമന്ത്രിമാരാകുക. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം BJP വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് ഇത്തവണ. അവിടെ TDP, പവൻ കല്യാണിന്റെ ജനസേന എന്നീ പാർട്ടികളുമായി ചേർന്നാണ് മത്സരിച്ചത്. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു ഇന്ന് 4ാം തവണയും സത്യവാചകം ചൊല്ലും. 11:47 ഈ ചടങ്ങ് നടക്കുക. ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയായി പവൻ കല്യാൺ എത്തും എന്ന സൂചനകളുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന ജനസേന പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹത്തെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടതായി സൂചനകളുണ്ട്. കൂടാതെ 5 മന്ത്രിസ്ഥാനവും ജനസേന പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രണ്ട് ചടങ്ങുകളിലും വലിയ ആഘോഷമാക്കി മാറ്റാൻ തന്നെയാണ് BJPയുടെയും NDAയുടെയും തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന മന്ത്രിമാർ എല്ലാവരും തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കും. SKN. നെടുങ്ങാടി. അശ്വത് ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, വാട്ട് ഈസ് റോങ് വിത്ത് സുരേഷ് ഗോപി വിസിറ്റിംഗ് EK നായനാസ് ഹൗസ്? എവരി നോസ് ഹിസ് പേഴ്സണൽ കണക്ഷൻ വിത്ത് ലീഡർ ആൻഡ് നയനാർ. തീർച്ചയായിട്ടും അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. മാത്രമല്ല, പലപ്പോഴും പല കാര്യങ്ങളിലും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അദ്ദേഹം ശാരദ ടീച്ചറെ സന്ദർശിക്കുന്നതൊക്കെ ഒരു സന്തോഷമായിരിക്കും. അതുപോലെ PV ഗംഗാധരൻ്റെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ ഒരു നല്ല കാര്യമാണ് തീർച്ചയായിട്ടും.